എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു കൂർക്ക മെഴുക്കുപുരട്ടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പം അത് നന്നായി കൂർക്കയൊക്കെ കുറച്ച് കൂർക്കെടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കറ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 2-3-4 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് വരെ. അപ്പം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ നഗക്ക വെള്ളമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കമ്മിയാക്കിയിട്ട് വെച്ചാൽ മതി. നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ അതേപോലെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഇതൊന്നുകൂടി മൂടി വയ്ക്കാം. ഇത് കൂർക്ക മെഴുക്ക് പുരട്ടിക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. കൂർക്കൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കാൻ ഇത് മാറ്റി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ അവിടെ ചൂടായി വന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കാന്താരിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അവിടെ കടുക് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വെക്കാം. കൂർക്ക തൊലി കളയാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കൂർക്ക ഒരു ചാക്കിലോ തുണിയിലോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, തുണി ഇങ്ങനെ അടിച്ച് കഴുകില്ലേ, അതേപോലെ ഇങ്ങനെ തല്ലിയിട്ട് നിലത്ത് തല്ലിയിട്ടൊക്കെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം മതി ഇങ്ങനെ ചെയ്താൽ മതി. ഇതൊന്ന് ഫ്രൈ ചെയ്യട്ടെ. ഉള്ളിയൊക്കെ അപ്പോൾ അവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാതെയല്ല നമ്മൾ വേവിച്ചത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എരിവിന് കാന്താരി മുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ അത് ചെറിയ ഉള്ളി ഇങ്ങനെ ചതച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ തീ നന്നായി കമ്മിയാക്കിയിട്ട് വേണം ഈ പൊടികൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ. പിന്നെ നമുക്ക് വേവിച്ച് വെച്ച് കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു 10 മണി ടൈമിലൊക്കെ, 10-11 മണി ടൈമിലൊക്കെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് വെറുതെ കഴിച്ചാലും മതി. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയിപ്പിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.